ഹായ് ഡിയർ ഫ്രണ്ട്സ്, മൈൻഡ് മിറർ വിത്ത് സമീറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യവുമായാണ് ഞാനിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. എന്താണെന്നറിയോ? സിമ്പിളാണ്. നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ ഇപ്പോൾ ആരുടെ കയ്യിലാണ്? നിങ്ങളെ ആരെങ്കിലും പ്രശംസിച്ചാൽ അല്ലെങ്കിൽ പരിഗണിച്ചാൽ മാത്രം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുമെന്നുണ്ടോ? ആരെങ്കിലും മെസ്സേജിന് മറുപടി തരാതിരുന്നാൽ നിങ്ങളുടെ മനസ്സ് തകരാറുണ്ടോ? നിങ്ങളുടെ വില മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാണോ തീരുമാനിക്കുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങൾ അറിയാതെ മറ്റൊരാൾക്ക് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. സന്തോഷത്തിന്റെ താക്കോൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? താക്കോൽ എന്നത് ഒരു വാതിൽ തുറക്കാനുള്ള ഒരു ഉപകരണമാണ്. അതുപോലെ തന്നെയാണ് മനസ്സിന്റെ വാതിൽ തുറക്കുന്നതും അടയ്ക്കുന്നതും സന്തോഷമാണ്. ആ താക്കോൽ നമ്മുടെ കയ്യിലായിരിക്കണം. കാരണം അത് മറ്റൊരാളുടെ കയ്യിലെത്തിയാൽ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണവും അവരുടെ കൈകളിലാകും. ഫ്രണ്ട്സ്, നമ്മൾ എങ്ങനെയാണ് താക്കോൽ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഒരു വീട്ടിൽ പോകുന്നു. അവിടെ ഒരാൾ മാത്രം നമ്മളെ കണ്ടിട്ട് ചിരിക്കുന്നില്ല. ബാക്കി എല്ലാവരും നമ്മളോട് ചിരിക്കുന്നു, വിശേഷങ്ങൾ പങ്കുവെക്കുന്നു, എല്ലാം. പക്ഷെ നമ്മുടെ ഫോക്കസ് പോകുന്നത് ആ ചിരിക്കാത്ത ആളിലേക്കാണ്. അവിടെ തുടങ്ങുന്നു നമ്മളുടെ ടെൻഷനും നിരാശയും. എന്തിന്? ഇനി ആരെങ്കിലും ഒന്ന് അഭിനന്ദിച്ചില്ലെങ്കിൽ അവിടെ നിരാശ. ഇനി പോട്ടെ, ആരെങ്കിലും വിമർശിച്ചാലോ? ആത്മവിശ്വാസം പാടേ നഷ്ടപ്പെടുന്നു. ഇതെല്ലാം ഒരു കാര്യം മാത്രമാണ് പറയുന്നത്: എൻ്റെ സന്തോഷത്തിന്റെ റിമോട്ട് മറ്റൊരാളുടെ കയ്യിലാണ്. ഇനി ഞാൻ ഒരു കഥ പറയാം. ഒരു രാജാവിന് വളരെ വിലപിടിപ്പുള്ള ഒരു നിധിപ്പെട്ടി ഉണ്ടായിരുന്നു. അത് തുറക്കാനുള്ള താക്കോൽ അദ്ദേഹം എപ്പോഴും തൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെക്കും. ഒരു ദിവസം ഒരാൾ ചോദിച്ചു: രാജാവേ, ഒരുപാട് നല്ല സത്യസന്ധരായ, വിശ്വസിക്കാൻ പറ്റുന്ന ആളുകൾ ഈ കൊട്ടാരത്തിലുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അങ്ങ് താക്കോൽ സൂക്ഷിക്കുന്നത്? രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഈ നിധി എന്റേതാണ്, അതിന്റെ താക്കോലും എൻ്റെ കയ്യിലായിരിക്കണം. ഇത് നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഫ്രണ്ട്സ്, എന്തുകൊണ്ടാണ് നമ്മുടെ സ്വഭാവം ഇങ്ങനെയായി പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ ആശ്രയിക്കുന്നത്? കാരണം കുഞ്ഞുനാളിലെ നമ്മൾ കേട്ട കാര്യങ്ങൾ: നീ ഒന്നാമതായാൽ ഞാൻ സന്തോഷിക്കും, നീ ഇത് നേടിയാൽ എല്ലാവരും നിന്നെ അംഗീകരിക്കും എന്നിങ്ങനെ എല്ലാം കേട്ട് അവസാനം നമ്മൾ അപ്പോൾ മുതൽ പഠിച്ചു തുടങ്ങും എൻ്റെ സന്തോഷം എൻ്റെ ഉള്ളിലല്ല, പുറത്താണ് എന്ന്. ഫ്രണ്ട്സ്, മറ്റുള്ളവർക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയും. പക്ഷേ നമ്മളെ എല്ലായ്പ്പോഴും സന്തോഷത്തോടെ നിലനിർത്താൻ കഴിയില്ല. കാരണം നമ്മളെ സന്തോഷിപ്പിക്കാൻ അവർക്ക് പരിമിതിയുണ്ട്. അത് നമ്മൾ തന്നെ ചെയ്യേണ്ട ജോലിയാണ്. ആദ്യമായി സ്വന്തം മൂല്യത്തെ തിരിച്ചറിയുക. ഒരു 500 രൂപ നോട്ട് ചുളുങ്ങിയാലും കുപ്പത്തൊട്ടിയിൽ കിടന്നാലും അതിന്റെ മൂല്യം കുറയുമോ? അതുപോലെ തന്നെയാണ് ആരെങ്കിലും അപമാനിച്ചതുകൊണ്ട് നിങ്ങളുടെ മൂല്യം കുറയുന്നില്ല. കാരണം നിങ്ങളുടെ വില തീരുമാനിക്കുന്നത് മറ്റുള്ളവരല്ല, അത് നമ്മൾ തന്നെയാണ്. ഇനി രണ്ടാമതായിട്ടുള്ളത് താരതമ്യത്തിന്റെ കുടുക്ക്. അവൻ അത്ര മാർക്ക് നേടിയില്ലേ, നിനക്ക് കിട്ടിയില്ലല്ലോ എന്നിങ്ങനെ കമ്പയർ ചെയ്യും. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ ജീവിതവും അവരുടെ സ്റ്റാറ്റസും കണ്ട് അവർ എത്ര സന്തോഷത്തിലാണ്, എൻ്റെ ജീവിതം വളരെ മോശം എന്ന് ചിന്തിക്കുന്നവർ ധാരാളമുണ്ട്. പക്ഷേ ഒന്നോർക്കുക, നമ്മൾ കാണുന്നത് അവരുടെ ജീവിതത്തിന്റെ ഹൈലൈറ്റ് മാത്രമാണ്. ജീവിതത്തിന്റെ കഥ മുഴുവനും അല്ലട്ടോ. നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെ എങ്ങനെ സൂക്ഷിക്കാം എന്ന് നോക്കാം. ആദ്യമായി സെൽഫ് ലവ് ആണ് വേണ്ടത്. സ്വന്തത്തെ സ്നേഹിക്കുക. ഞാൻ എങ്ങനെയാണോ അങ്ങനെ സ്നേഹിക്കുക. ഞാൻ എന്നെ അഗാധമായി, കംപ്ലീറ്റ്ലി, ട്രൂലി ലവ് ആൻഡ് അക്സെപ്റ്റ് മൈ സെൽഫ് എന്ന് പറയുക. ഇത് കേൾക്കാൻ കൊതിക്കുന്ന ഒരു കുട്ടി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. സ്വയം സ്നേഹിക്കുക എന്നത് ഒരു അഹങ്കാരമല്ല, നിങ്ങൾക്ക് വിലയുണ്ടെന്ന് അംഗീകരിക്കലാണ്. നിങ്ങളുടെ മനസ്സിനെ ബഹുമാനിക്കലാണ്. തെറ്റുപറ്റിയാലും സ്വയം വെറുക്കാതെ എൻ്റെ എല്ലാ കുറവുകളോടും കൂടി ഞാൻ എന്നെ അംഗീകരിക്കുന്നു എന്ന് പറയുക. 2, എല്ലാ ദിവസവും സ്വയം അഭിനന്ദിക്കുക. 3, മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാം, പക്ഷേ അതിനനുസരിച്ച് ജീവിതം നിയന്ത്രിക്കരുത്. 4, ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. 5, നന്ദി പറയുന്ന ശീലം വളർത്തുക. 6, താരതമ്യം കുറയ്ക്കുക. സ്വന്തം വളർച്ചയിൽ ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ്, ഓർക്കുക, ആരെങ്കിലും എന്നെ സന്തോഷിപ്പിക്കും എന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ആ സന്തോഷം മറ്റുള്ളവരിലേക്കും വ്യാപിക്കും എന്ന് അറിയുന്നതാണ്. ഡിയർ ഫ്രണ്ട്സ്,
നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങളിൽ തന്നെ സുരക്ഷിതമായിരിക്കട്ടെ. കാരണം നിങ്ങളെക്കാൾ വിലയേറിയ ഒരു നിധിയും ഈ ലോകത്ത് വേറെ ഇല്ലട്ടോ. ഓക്കെ, ഇറ്റ്സ് മീ സമീറ. യു ആർ വാച്ചിങ് മൈൻഡ് മിറർ വിത്ത് സമീറ. നിങ്ങളുടെ മനസ്സിന്റെ കണ്ണാടിയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.